അച്ഛൻ പറഞ്ഞ നീണ്ട വാക്കുകൾ ഇവിടെ കേൾക്കുവാനിടയായി. പക്ഷെ ഒരു കാര്യമുണ്ട് അച്ഛൻ, ഞങ്ങളൊക്കെ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്നവരാ. ഞങ്ങളൊന്ന് ഇംഗ്ലണ്ടിൽ പോയി PhD ഒന്നും എടുത്തവരൊന്നുമല്ല. ഓക്കെ, നിങ്ങളുടെ PhD നിങ്ങളുടെ കയ്യിൽ കഷത്തിലിരിക്കട്ടെ. ഞങ്ങൾ വിശ്വാസികൾക്ക് നെഞ്ചത്തോട്ട് കയറ്റണ്ട. ഞങ്ങൾക്കറിയാം, ഓക്കെ, മറ്റുള്ള മതക്കാരുമായിട്ട് എങ്ങനെ സഹകരിക്കണം, എങ്ങനെ എന്ത് ചെയ്യണമെന്നുള്ളത്. ഏതെങ്കിലും ഒരു പിതാക്കന്മാർ ഒരു ഞൊണ്ണാണനോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വന്നിട്ട് തെണ്ടിത്തരം പറഞ്ഞു കഴിഞ്ഞാൽ തെണ്ടിത്തരം എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടായിരിക്കണം. അതല്ലാതെ അതിനെ വന്ന് തേച്ച് വെളുപ്പിക്കാൻ നിൽക്കല്ലേ. മനസ്സിലായോ? അതൊക്കെ ഞങ്ങളുടെ നെഞ്ചത്തോട്ട് കയറ്റണ്ട, വിശ്വാസികളുടെ നെഞ്ചത്തോട്ട് കയറ്റണ്ട. ഞങ്ങളൊക്കെ മതസ്ഥരമായിട്ടൊക്കെ നല്ല സഹകരിച്ചു പോകുന്നവരാ. എന്നും പറഞ്ഞ് അവരുടെ പല പരിപാടിക്കും ഞങ്ങളെ വിളിക്കുമ്പോൾ ഞങ്ങൾ പോയി സഹകരിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊടാറില്ല. ഓക്കെ, മുസ്ലിങ്ങളുടെ പരിപാടിക്ക് ഞങ്ങളെ ഇഫ്താറിനൊക്കെ വിളിക്കുന്നുണ്ട്, ഞങ്ങൾ പോകാറുമുണ്ട്. എന്നും പറഞ്ഞാണ് അവിടെ പോയി നമസ്കരിക്കാറില്ല. അതൊക്കെ നിങ്ങളുടെ രീതിയാണ്. ഞങ്ങളുടെ രീതി, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച് വന്ന വിശ്വാസവും സൺഡേ സ്കൂൾ ക്ലാസ്സുകളും ഒക്കെ അറ്റൻഡ് ചെയ്ത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ 10 പ്രമാണന്മാരെ പോണക്ക് വലിയ പ്രമാണിമാര് കളിച്ച് നടക്കുന്ന പോണക്ക് ബൈബിളിനെയോ അതിനെപ്പറ്റി അടിസ്ഥാനപരമായിട്ട് ചിന്തകളെ പറ്റിയോ നിങ്ങൾക്കൊക്കെ എങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കാം. അന്നൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ചെറ്റത്തരം ഇല്ലായിരുന്നു. ഇപ്പം വന്നിട്ട് എല്ലാവരും PhD എടുത്ത് പിന്നെ ഉണ്ടല്ലോ, സഭയ്ക്കകത്ത് ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ, നിങ്ങളുടെയൊക്കെ നേതാക്കന്മാരുടെ കീഴിൽ തന്നെ ഉണ്ടല്ലോ, ഏതാ നീണ്ട ലോകധാരികളായ കുറെ 356 രൂപതയുണ്ടാക്കി വർഷത്തിൽ 4 മെത്രാന്മാരെയും വാഴിച്ചുണ്ടാക്കിയിരിക്കുന്നവന്മാരുണ്ടല്ലോ. അത് നിങ്ങളങ്ങ് വിരുന്ന് സൽക്കാരങ്ങൾ പങ്കെടുത്താൽ പോരെ. എന്തിനാ വിശ്വാസിയുടെ നെഞ്ചത്തോട്ട് കയറുന്നത്? അതൊക്കെ പോയടോ, അതൊക്കെ കഴിഞ്ഞ കാലങ്ങളാ. ഓക്കെ, ഇനിയെങ്കിലും മനസ്സിലാക്കി പെരുമാറാൻ നോക്ക്. ഈ രാഷ്ട്രീയക്കാരുടെ കളി സഭയ്ക്കകത്തുള്ളിലോട്ട് എടുക്കാതെ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തെണ്ടിത്തരം പറഞ്ഞു കഴിഞ്ഞാൽ തേച്ച് കുളിപ്പിക്കാനായിട്ട് വരാതെ. ഓക്കെ, അതൊക്കെ കൈയിരിക്കട്ടെ. തൻ്റെയൊക്കെ ഉച്ചാരം കൊണ്ടല്ലേ ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. പിന്നെ ഞങ്ങളൊക്കെ മര്യാദയ്ക്ക് അടങ്ങി ഒതുക്കി ഇരിക്കുകയാണെന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് അടിച്ചേൽപ്പിക്കാൻ നോക്കല്ലേ കേട്ടോ. ഓക്കെ, പണ്ടൊക്കെ നാട്ടില് റോഡിലോട്ട് അച്ഛന്മാരൊക്കെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ള സഭയിലുള്ളവരാണേലും അവനവൻ്റെ ഇതിലുള്ളവരാണേലും എന്തൊരു ആദരവും എന്തൊരു ബഹുമാനവും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം ആരും റോഡിലോട്ട് ഇറങ്ങാറില്ല. അവനൊക്കെ പള്ളിമടന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ 4 വീലർ, അത് ബെൻസ് കാറും അല്ലെങ്കിൽ ഇന്നോവ കാറിലും ഒക്കെ കയറി നിന്ന് ഇറങ്ങാനല്ലേ എഴുതുള്ളൂ. ജനങ്ങളുമായിട്ടുള്ള സംവാദത്തിന് അല്ല ജനങ്ങളുമായിട്ടുള്ള സഹകാരത്തിനോ ഇല്ലല്ലോ. അതൊക്കെ കളഞ്ഞു കുളിച്ചില്ലേ. പിന്നെ ഇപ്പോൾ ആരാ ഇപ്പം പുറത്തോട്ടിറങ്ങി ഇത് ചെയ്യുന്നത്? അച്ഛന്മാരാരും ഇല്ലല്ലോ. ഇവരൊക്കെ എന്തോ മണിമാളി അല്ലെ ആനപ്പുറത്താണെന്ന് അവരുടെയൊക്കെ ചിന്ത. ഇവരൊക്കെ വലിയ എന്തോ സംഭവമാണെന്ന് അവർ വിചാരിച്ചിരിക്കുന്നത്. എന്തോ നാറിയ സ്വഭാവമാണോ സഭയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കുറെ ലോകയിട്ട കുറെ കൊണ്ണക്കന്മാരാണെന്ന വിചാരം. ഇവരൊക്കെ പറയുന്നത് കേട്ട് സാഷ്ടാംഗം നമിച്ച് ഇരിക്കുന്നവരാ വിശ്വാസികളെന്ന് വിചാരിച്ചോ? അതൊക്കെ പോയി. ഇനിയെങ്കിലും ബോധം ഉദിക്കടോ. ബോധത്തോടെ സംസാരിക്കാൻ പഠിക്കടോ. തെറ്റാണെങ്കിൽ തെറ്റാണ്. ഇന്നാര് പറഞ്ഞ കൂവക്കാട് പറഞ്ഞ തെറ്റാണെങ്കിൽ അതിനെ എതിർത്ത് സംസാരിക്കുക, നന്നാക്കാൻ നോക്കടോ. എന്തിനാടോ ഇവനൊക്കെ ഈ ചട്ടത്തരം കൊണ്ട് നടക്കുന്നത്? കൂവക്കാട്ട് ആരാ? വെറും ഒരു മങ്ങൂണൻ. ഓക്കെ.